ഹായ് എവരിവൺ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫ്രെയിം വാങ്ങി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ കെയർ. അതായത് നമ്മൾ ഫ്രെയിം വാങ്ങി പവറെല്ലാം ചെയ്തു, ട്രാൻസിഷൻ ചെയ്തു, പോളറൈസേഷൻ ചെയ്തു, ബ്ലൂ കട്ട് ചെയ്തു, ബ്ലൂ ഫിൽറ്റർ ചെയ്തു, എവറിത്തിങ് ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ആ ഫ്രെയിം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അതായത് പവർ നമുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയർ 2 ഇയർ നമുക്ക് അതേ പവറിൽ നമുക്ക്, എല്ലാവർക്കും അല്ല, ചില കേസസിൽ പവർ ചേഞ്ച് ചെയ്യാറുണ്ട്. എന്നാലും ഒരു 2 ഇയർ നമ്മൾ നോക്കാം. എങ്ങനെയാണ് നമ്മൾ ആ ഫ്രെയിം നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ടതുള്ളതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ ടോപ്പിക്. ഫ്രെയിം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഷോപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ, ക്ലിനിക്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേറെ ടോപ്പിക്കായിട്ട് പറയാം. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ 2 കൈ കൊണ്ട് വേണം നമ്മൾ ഫ്രെയിം വയ്ക്കാൻ, നമ്മുടെ ഫേസിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 2 കൈ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫ്രെയിം നമ്മൾ എടുക്കുക. ഒറ്റ കൈ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒറ്റ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഒറ്റ കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ ലെഗ് ഇവിടെ വൈഡായി. ഇത് നമ്മൾ എന്നും ചെയ്യാം. എന്നും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ലെഗ് പതിയെ പതിയെ വൈഡായി പോകും. അതായത് നോർമൽ ഈ അലൈൻമെൻറ്റിൽ നിന്ന് വൈഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ